പണ്ഡിതനെ തോൽപ്പിച്ച വൃദ്ധയുടെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇസ്രായേൽ ജനതയിൽ വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു. തികഞ്ഞ ഒരു ഭക്തനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോടും കുടുംബത്തോടും ജനങ്ങൾക്ക് വലിയ മതിപ്പും ആദരവും ഉണ്ടായിരുന്നു. എല്ലാവരും അവരെ വളരെയധികം ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ചെയ്തു. ഒരു ദിവസം സ്വാത്വികനായ ഈ പണ്ഡിതന്റെ സഹധർമ്മിണി ഇഹലോകവാസം വെടിഞ്ഞു. തൻ്റെ പ്രിയതമയുടെ ആകസ്മികമായ ഈ മരണം അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. തൻ്റെ പ്രിയതമയുടെ മരണം അദ്ദേഹത്തിന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. ദുഃഖം അതിരു കവിഞ്ഞപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹം വീട്ടിൽ വാതിലടച്ച് ഒറ്റയ്ക്ക് കഴിയാനും തുടങ്ങി. ആർക്കും മുഖം കൊടുക്കുകയോ ആരോടും സംസാരിക്കുകയോ ചെയ്യാതെ നാളുകൾ കഴിച്ചുകൂട്ടി. ഉപദേശം തേടാനോ ദുആ ചെയ്യിപ്പിക്കാനോ വന്നവർ നിരാശരായി. ഈ സമയത്താണ് നാട്ടിലെ പണ്ഡിതയായ ഒരു വൃദ്ധ രംഗത്ത് വന്നത്. പണ്ഡിതന്റെ ഈ അവസ്ഥക്ക് മാറ്റമുണ്ടാക്കുന്നതിന് ഒരു യുക്തി പ്രയോഗിക്കുവാൻ അവർ തീരുമാനിച്ചു. പണ്ഡിതനോട് നേരിട്ട് സംസാരിക്കാൻ വൃദ്ധ തയ്യാറായി. അങ്ങനെ പണ്ഡിതന്റെ വീട്ടിൽ ചെന്ന്, പക്ഷേ വീട് അടഞ്ഞു തന്നെ കിടപ്പാണ്. തുറക്കാൻ ഒരു നിർവാഹവുമില്ല. അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യും? പണ്ഡിതനെ എങ്ങനെ കാണും? അവർ ആലോചിച്ചു. എനിക്ക് ഈ പണ്ഡിത ശ്രേഷ്ഠനോട് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. സുപ്രധാനമായ ഒരു ഫത്വ ആവശ്യമുണ്ട്. അതിനാൽ അതിന് നിങ്ങൾ സൗകര്യം ചെയ്തു തരണം, വൃദ്ധ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോട് പറഞ്ഞു. അവർ ഇക്കാര്യം അകത്തേക്ക് വിളിച്ചു പറഞ്ഞു. വൃദ്ധക്ക് ഫത്വ ചോദിക്കാൻ സമ്മതം നൽകപ്പെട്ടു. ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ഫത്വ ആവശ്യം? പണ്ഡിതൻ ചോദിച്ചു. സന്ദർഭം മുതലെടുത്ത് വൃദ്ധ വിശദീകരിച്ചു. ഞാൻ എൻ്റെ അയൽവാസിയിൽ നിന്ന് ഏതാനും ആഭരണങ്ങൾ വായ്പ വാങ്ങിയിരുന്നു. കൊല്ലങ്ങൾക്ക് മുമ്പാണത്. വർഷങ്ങളായി ഞാനത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ കുടുംബവും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അയൽവാസി അതിപ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. എൻ്റെ സ്വന്തം ആഭരണം പോലെ ഞാൻ കൊല്ലങ്ങളായി ഉപയോഗിച്ചു വന്നതാണ്. പക്ഷേ അയൽവാസി സമ്മതിക്കുന്നില്ല. അവരുടെ ആഭരണങ്ങൾ ഞാൻ തിരിച്ചു കൊടുക്കേണ്ടതുണ്ടോ? പണ്ഡിതൻ ഗൗരവപൂർവ്വം പ്രതിവദിച്ചു. എന്താണ് നിങ്ങൾ ഈ ചോദിക്കുന്നത്? അത് കൊടുക്കണമെന്നോ? അതിലിത്ര സംശയിക്കാനിരിക്കുന്നു? വേഗം തിരിച്ചു കൊടുക്കണം. സ്ത്രീ ഒന്നുകൂടി നോക്കി പറഞ്ഞു. ഇത്രകാലം ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നതിനാൽ അത് തിരിച്ചു കൊടുക്കാൻ എനിക്ക് വലിയ മനപ്രയാസമുണ്ട്. പണ്ഡിതൻ പറഞ്ഞു. അത് അതിൻ്റെ ഉടമയ്ക്ക് എത്രയും വേഗം തിരിച്ചു കൊടുക്കൂ. കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ആ സമയത്ത് വൃദ്ധ പറഞ്ഞു, അള്ളാഹു താങ്കൾക്ക് അനുഗ്രഹം ചൊരിയട്ടെ. അള്ളാഹു നിങ്ങൾക്ക് വായ്പയായി നൽകിയ ഒന്നിനെ, അഥവാ താങ്കളുടെ ഭാര്യയെ അള്ളാഹു തിരിച്ചു വാങ്ങിയതിനാലാണോ നിങ്ങളിങ്ങനെ വാതിലടച്ച് സങ്കടപ്പെട്ടിരിക്കുന്നത്? ചിന്തിച്ചും ദുഃഖിച്ചും കാലം കഴിക്കുന്നത്? ഉടമസ്ഥന് തിരിച്ചു കൊടുക്കൽ നിങ്ങളുടെ ബാധ്യതയില്ലേ? വൃദ്ധയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ തറച്ചു. ഒരു നിമിഷം അദ്ദേഹം അന്തിച്ചു നിന്നു. പിന്നെ അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി. അദ്ദേഹം വൃദ്ധക്ക് നന്ദി പറഞ്ഞ് പൂർവ്വജീവിതത്തിലേക്ക് തിരിച്ചു വന്നു.